നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്ത്യ സഖ്യം കരുത്താർജിക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന് വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെ ശക്തരായ നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കളത്തിൽ കനയ്യകുമാറിനായി പ്രചാരണ രംഗത്തേക്ക് കടന്നു വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കനയ്യകുമാറിന് കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കനയ്യകുമാറും അതുപോലെ തന്നെ മറ്റൊരു ബീഹാറുകാരനായ മനോജ് തിവാരിയാണ് ഡൽഹിയിൽ BJP സ്ഥാനാർത്ഥി. മനോജ് തിവാരിക്കെതിരെ ഡൽഹി നോർത്ത് ഈസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ജനവികാരമാണ് നിലവിലുള്ളത്. അത് കനയ്യകുമാറിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. നോർത്ത് ഈസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ മേഖലകളിലും വലിയ രീതിയിലുള്ള യുവാക്കളുടെ പിന്തുണയാണ് കനയ്യകുമാറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കനയ്യകുമാർ എന്ന യുവ നേതാവിന് കീഴിൽ NSUI അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പോഷക സംഘടനയിൽ നിന്നുള്ള പ്രവർത്തകർ ക്യാമ്പ് ചെയ്താണ് ഡൽഹിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.